ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഗ്രീറ്റ തുൻബർഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ പറ്റി. ഇപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ക്ലൈമറ്റ് കോൺഫറൻസ് നടക്കുമ്പോൾ സമാന്തരമായി മറ്റൊരു സമ്മേളനവും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് ക്ലൈമറ്റ് കോൺഫറൻസ് കൊണ്ടുവന്നത്, വേൾഡ് എക്കണോമിക് കോൺഫറൻസ്. അത് കുറേ കൊല്ലങ്ങളായി നടക്കുകയാണ്. സാമ്പത്തിക വികസനത്തെ പറ്റി ചർച്ച ചെയ്യുന്ന വലിയ വമ്പൻ രാജ്യങ്ങളുടെ വമ്പൻ പ്രതിനിധികൾ, വമ്പൻ കോർപ്പറേറ്റുകൾ എല്ലാം ചേർന്ന് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് രാജ്യത്ത് ലോകത്ത് വികസനം കൊണ്ടുവരേണ്ടത്, സാമ്പത്തിക വികസനം കൊണ്ടുവരേണ്ടത് എന്ന്. ആ സമ്മേളനത്തെയും ഈ ക്ലൈമറ്റ് കോൺഫറൻസിനെയും, ഒരേ രാജ്യത്തെ 2 തരം പ്രതിനിധികളാണ് 2 സമ്മേളനത്തിലും പങ്കെടുക്കുന്നത്. 2 തരം പ്രതിനിധികളാണ്. 2നെയും നോക്കിക്കൊണ്ടാണ് ഗ്രീറ്റ തുൻബർഗ് എന്ന് പറയുന്ന നിങ്ങളെപ്പോലെ ഇരിക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി കൈ ഉയർത്തി ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നതും എല്ലാ വെള്ളിയാഴ്ചയും അവർ പഠിപ്പ് മുടക്കി എംബസികൾക്ക് മുമ്പിൽ പോയി നിന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ ജീവിതം എന്താ, നമ്മൾ പാട്ട് പാടിയില്ലേ, ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട്, അത് മാത്രവുമല്ല നിങ്ങളുടെ കാലാവസ്ഥാ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ മുഴുവൻ, തീരുമാനങ്ങൾ മുഴുവൻ ബ്ലാ 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 എന്നാണ് ആ കുട്ടി പറഞ്ഞത്. കാരണം ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ നിങ്ങളുടെ സമ്മേളനങ്ങൾക്ക് കഴിയുന്നില്ല. അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് ഒരുപാട് പറയാനുണ്ട്, നമുക്ക് വേറെ സന്ദർഭത്തിൽ പറയാം. ആ സമ്മേളനത്തിൽ എന്താണ് നടക്കുന്നത്, ആ സമ്മേളനം എന്താണ് തീരുമാനിക്കുന്നത്. തീരുമാനങ്ങളൊക്കെ പലതും എടുക്കാം, പക്ഷെ തീരുമാനമൊന്നും നടപ്പാവില്ല. കാർബണിന്റെ അളവ് കുറയ്ക്കാനുള്ള തീരുമാനം, ബദൽ ഊർജ്ജ മേഖലകൾ കണ്ടെത്താനുള്ള തീരുമാനം, ബദൽ സംവിധാനങ്ങൾ കണ്ടെത്താനുള്ള തീരുമാനം, അങ്ങനെ അതുപോലെ ഇത് കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാനുള്ള തീരുമാനമൊക്കെയാണ് എടുക്കുക. അവരൊരു ഫണ്ട് തീരുമാനിച്ചു, ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അവരൊരു ഫണ്ട് തീരുമാനിച്ചു, NCQG, ന്യൂ കളക്റ്റീവ് ഓഫ് ക്വാണ്ടിഫൈഡ് ഗോൾസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ലോകത്ത് കാലാവസ്ഥാ പ്രതിസന്ധി തടയുന്നതിന് വികസിത രാജ്യങ്ങൾ, ഞാൻ വികസിത രാജ്യങ്ങൾ എന്ന പ്രയോഗം ഞാൻ അംഗീകരിക്കുന്ന ആളല്ല, അവരൊന്നും വികസിത രാജ്യങ്ങളില്ല, അവികസിത രാജ്യങ്ങളാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പക്ഷേ നമുക്ക് ആ വാക്ക് ഉപയോഗിച്ചേ പറ്റൂ. അവരൊന്നും ഡെവലപ്ഡ് അല്ല, ഒന്നുകിൽ അവർ ഓവർ ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ അണ്ടർ ഡെവലപ്ഡ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ഡെവലപ്മെന്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോട്ടെ, അങ്ങനെയുള്ള ആ രാജ്യങ്ങൾ ഇതിൽ ഫണ്ട് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. എന്തിനാ? മുങ്ങിപ്പോകുന്ന രാജ്യങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു രാജ്യം അതിന്റെ ക്യാബിനറ്റ് നടത്തിയത്, മാലിദ്വീപ് എന്ന് പറയുന്ന ഒരു രാജ്യം അതിന്റെ ക്യാബിനറ്റ് നടത്തിയത് സബ്മറൈനിലാണ്. സബ്മറൈൻ എന്ന് പറഞ്ഞ കുട്ടികൾക്കൊക്കെ അറിയാം, അന്തർവാഹിനി. ഞങ്ങളുടെ രാജ്യം ഇതാ മുങ്ങിപ്പോകാൻ പോകുന്നു, ഞങ്ങൾക്കിനി, അപ്പൊ രാജ്യം മുങ്ങിപ്പോയാൽ പിന്നെ ക്യാബിനറ്റ് വേണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾക്കിനി ക്യാബിനറ്റ് നടത്താൻ കഴിയുന്നത് കടലിനടിയിൽ മാത്രമാണ്. കടലെടുത്ത് കയറുകയാണ്, കടൽ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ എൻ്റെ വലിയാസ് അതിൻ്റെ കാര്യങ്ങൾ പറയും. കടൽ എന്താണ്? നമ്മുടെ അറബിക്കടൽ, നമ്മുടെ അഭിലാഷം വരുമ്പോൾ നമ്മുടെ അറബിക്കടലിലുണ്ടായ മാറ്റം ഇന്ന് വരെ നമ്മൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക പ്രശ്നമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വല്ലപ്പോഴും അത് ഉയർത്തും, അത് ഉയർത്തിയാൽ അവരെ അത് വേറെ രീതിയിൽ കാണും. ഞാൻ അത് വലിയൊരു വിഷയം. മലയോര ജീവിതം, വന്യമൃഗശല്യം കൊണ്ട് ജീവിതം തകരുന്നതും കാലാവസ്ഥാ മാറ്റത്തിന്റെ മറ്റൊരു മുഖമാണ്, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതുമൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കുമ്പോൾ എന്തിനു വേണ്ടിയായിരിക്കണം ആ ഫണ്ട് എന്ന വലിയ ചോദ്യമുണ്ട്. അതാണ് ഈ കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് അതിലേറ്റവും വലിയ ചതിയും. ആ ഫണ്ട് വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൽ ഇത് വകയിരുത്തും, മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ആ ഫണ്ട് അവർക്ക് കിട്ടില്ല. പിന്നെ കുറെ വനവൽക്കരണം, അങ്ങനെ കുറെ സംഗതികൾ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് നടത്തും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഫണ്ട് ആദ്യം വരേണ്ടത് എവിടേക്കാ? കാലാവസ്ഥാ ദുരന്തങ്ങളുടെ ഇരകളാക്കപ്പെടുന്ന വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലേക്കല്ലേ ആ ഫണ്ട് ആദ്യം വരേണ്ടത്. നമ്മുടെ ഒരു ഭരണകർത്താവും അത് ചോദിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അത് ചോദിക്കാത്തത്? നമ്മളിവിടെ കേന്ദ്രം തന്നോ സംസ്ഥാനം തന്നോ എന്നുള്ള തർക്കമൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിന് കാരണക്കാരായ ആളുകൾ, ഈ കാലാവസ്ഥാ മാറ്റത്തിന്, വാതക ഉദ്ഗമനത്തിന് കാരണമായ ആളുകൾ, അവരിൽ നിന്നാണ് ഈ ഫണ്ട് എടുക്കേണ്ടത്. അത് അമേരിക്ക ആവാം, ഫ്രാൻസ് ആവാം, ബ്രിട്ടൻ ആവാം, ജർമ്മനി ആവാം, ജപ്പാൻ ആവാം, സ്വിറ്റ്സർലൻഡ് ആവാം. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന രാജ്യങ്ങളാ.
ആ രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഫണ്ട് കൊടുക്കേണ്ടത്. ആർക്ക് കൊടുക്കണം? അവർ പുറത്തുവിട്ട കാർബണിന്റെ ഫലമായി, അവർ പുറത്തുവിട്ട വാതകങ്ങളുടെ ഫലമായി വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പുത്തുമലയിൽ ഉണ്ടാകുമ്പോൾ, കവളപ്പാറ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇടുക്കിയിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അവിടെ ഇരുന്ന് ഈ സമ്മേളനം നടത്തുന്നത് എന്ന് പറയാൻ നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ഫണ്ട് വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ കാലാവസ്ഥാ മാറ്റത്തിന് തടയുന്നതിന് നമുക്ക് വേണമെങ്കിൽ റെയിൽ പദ്ധതി വികസിപ്പിക്കാം. കേരയിൽ പദ്ധതി വികസിപ്പിക്കാൻ കാലാവസ്ഥാ മാറ്റം തടയുന്നതിന് ഫണ്ട് കൊടുക്കുന്ന സിസ്ട്ര എന്ന് പറയുന്ന ഒരു ഏജൻസി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരയിൽ പോലും, ഞാൻ ആ പദ്ധതിയുടെ മറ്റു കാര്യങ്ങൾക്ക് ഒന്നും പോകുന്നില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കേരളത്തെ അത് അങ്ങനെ നശിപ്പിക്കുന്ന ഒരു ഹൈവേ വന്നിട്ട് തന്നെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മളുള്ളത്. ഇനി അതിനേക്കാൾ വലിയ 300 കിലോമീറ്റർ മതിൽ വന്നാൽ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകുമ്പോഴെന്ന് എനിക്കറിയില്ല. അപ്പോ അങ്ങനെയാണ് അത് വരുന്നത്. ഫ്രാൻസാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ഫണ്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന ആളുകൾ ഒരു രാജ്യം, US പോലെ, ജപ്പാൻ പോലെ. അവർ പറയാണ്, ഞങ്ങളുടെ കമ്പനി സിസ്ട്രയുടെ നിങ്ങൾ കേരളയിൽ എടുത്താൽ ഈ കാലാവസ്ഥാ ഫണ്ട് നിങ്ങൾക്ക് അതിന് തരാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വയനാട്ടുകാർക്കല്ല കിട്ടുന്നത്, കാലാവസ്ഥാ ഫണ്ട് കിട്ടാൻ പോകുന്നത് കേരളിനാണ്. നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ വേറൊന്നിനുമല്ല, കേരളിനെതിരെയുള്ള സമരത്തിനെ കുറിച്ചല്ല ഇപ്പൊ പറയും. ഈ കേരളത്തിൽ കാലാവസ്ഥാ മാറ്റത്തിന് ഇരകളായി, കേരളത്തിൽ മാത്രമല്ല ഉത്തരാഖണ്ഡിലും എല്ലാ സ്ഥലത്തും ഉണ്ട്, ഇരകളായ ആളുകൾക്ക് ആ ഫണ്ടിന്റെ ന്യായമായ വിഹിതം കിട്ടണം. കാരണം അവിടെയാണ് അതൊരു പൊളിറ്റിക്കൽ ചോദ്യം. എങ്ങനെയാണ് രാഷ്ട്രീയ ചോദ്യമാവുന്നത്? കക്ഷി രാഷ്ട്രീയ ചോദ്യമല്ല. ഇന്ന് വരെ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു വാക്കുണ്ട്, ഹിസ്റ്റോറിക്കൽ എമിഷൻ. ചരിത്രപരമായി ഈ കാർബൺ ഇത്രയും പുറത്തേക്ക് വിട്ടത് ആര് എന്ന ചോദ്യമാണ് അതിന്റെ ചരിത്രം. ആ വിട്ട ആളുകളാണ് അതിന്റെ ഉത്തരവാദികൾ, ഇരകളാക്കപ്പെടുന്ന നമ്മളാണ് അതിന്റെ ഇരകൾ, അല്ലെങ്കിൽ അതിന്റെ അവകാശികൾ, ആ ഫണ്ടിന്റെ അവകാശികൾ. ദുരന്തം അനുഭവിക്കുന്ന നമ്മളും ഉണ്ടാക്കുന്ന അവരും. എന്നിട്ട് അവർ തീരുമാനിക്കും ആർക്ക് ഫണ്ട് കൊടുക്കണമെന്ന്, എന്തിന് ഫണ്ട് കൊടുക്കണമെന്ന്. അത് വിമാനത്താവളം ഉണ്ടാക്കാനാവാം, ആണവ നിലയങ്ങൾ ഉണ്ടാക്കാനാവാം, അല്ലെങ്കിൽ വലിയ റോഡുകൾ ഉണ്ടാക്കാനാവാം, കേരളയിൽ പോലെയുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടാക്കാനാവാം. അതിനാണോ കൊടുക്കേണ്ടത്? ഈ സമ്മേളനത്തിൽ ഒരുപക്ഷെ കാലാവസ്ഥാ സമ്മേളനവുമായി അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സഹദേവിനെ പോലുള്ള ആളുകൾ വളരെ വിശദമായി പഠിച്ച ആളുകൾ വേണ്ടിയുണ്ട്. ഞാൻ പറയുന്നത്, ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ആഗോളതലത്തിൽ ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന്റെ ഇരകളാക്കപ്പെടുന്ന മനുഷ്യരാണ് ആ ഫണ്ടിന് അവകാശികളെന്നും, അതുവഴി ചരിത്രപരമായി ഈ എമിഷൻ, ഈ വാതകങ്ങൾ പുറത്തേക്ക് വിട്ട നിങ്ങളാണ് അതിന് ഉത്തരവാദികളെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം. അതൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ആകെ അറിയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ മാത്രം. അതല്ല രാഷ്ട്രീയം. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളൊന്നും, വളരെ വേദനയോടെ പറയട്ടെ, എല്ലാവരും എനിക്ക് ബഹുമാനമുണ്ട്, ആരും ഈ വിഷയം ഉയർത്തുന്നില്ല എന്നതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ഉയർത്തേണ്ടി വരുന്നത്. നിങ്ങൾ ഉയർത്തണം. പ്രത്യേകിച്ച് കുട്ടികൾ പറയണം, ഞങ്ങൾക്കുണ്ടാകുന്ന നാശത്തിന് നിങ്ങളാണ് ഉത്തരവാദികളെങ്കിൽ ഞങ്ങളുടെ നഷ്ടപരിഹാരം നൽകേണ്ട ചുമതല അത് കർഷകർക്കായാലും ആദിവാസികൾക്കായാലും മത്സ്യത്തൊഴിലാളികൾക്കായാലും സാധാരണ മനുഷ്യർക്കായാലും വയനാട്ടിലായാലും വിഴിഞ്ഞത്തായാലും അല്ലെങ്കിൽ ആലപ്പുഴയായാലും പുറക്കാടായാലും എവിടെയായാലും ഞങ്ങളാണ് അതിന് അവകാശികൾ. ആ ചോദ്യം ഉയർത്തുന്ന ഒരു എന്താ പറയുക, ഒരു ക്ലൈമറ്റ് പൊളിറ്റിക്സ് നമ്മൾ പറയും, കാലാവസ്ഥയുടെ ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഉയർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇന്ന് നമ്മുടെ ഡോക്ടർ ലതാന സ്മരണ ദിനവും നമ്മുടെ ക്ലൈമറ്റ് മാർച്ചും. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അതിനെത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി രവി ഔപചാരികമായി സ്വാഗതം ചെയ്തെങ്കിലും അനൗപചാരികമായി ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കുട്ടികളെ രവി പറഞ്ഞു, ഞാൻ വീണ്ടും പറയുന്നു, ഈ ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങളാണ്. ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം നിങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നേരെ ഈ വിരൽ ചൂണ്ടി നിങ്ങളാണിത് ചെയ്തത്, ഈ കേരളത്തെ നശിപ്പിച്ചത്, ഇന്ത്യയെ നശിപ്പിച്ചത്, ലോകത്തെ നശിപ്പിച്ചത് നിങ്ങളാണ് എന്ന് പറയാൻ നിങ്ങൾ എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ മാത്രമേ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കാൻ അർഹരാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പ്രസംഗം കേട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയി ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.